നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 4-ലെ ന്യൂമാറ്റിക് സിസ്റ്റം എന്നുള്ള ഭാഗമാണ്. നമ്മളിതുവരെ ഹൈഡ്രോളിക് സിസ്റ്റത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ആക്ച്വേറ്റേഴ്സ് അല്ലേ. ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബേസിക്കലി നമ്മൾ സംസാരിച്ചത് സിലിണ്ടേഴ്സിനെ സംബന്ധിച്ചായിരുന്നു അല്ലേ. സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് സിലിണ്ടേഴ്സൊക്കെ, അത്തരം കോൺസെപ്റ്റൊക്കെ ആക്ച്വേറ്റർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതേപോലത്തെ സിലിണ്ടേഴ്സ് നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റത്തിലും പഠിക്കാനുണ്ട്. ഞാൻ ഈ പറയുന്നത് എന്തിനാന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റം എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ഞാൻ എന്തിനാണ് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടായിരിക്കുക. നമുക്ക് നേരെ ന്യൂമാറ്റിക് സിസ്റ്റത്തെ സംബന്ധിച്ച് കുറച്ച് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നിരുന്നാലും നമുക്കൊന്ന് റീകോൾ ചെയ്യണം. ന്യൂമാറ്റിക് സിസ്റ്റം ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കംപ്രസ്ഡ് എയർ. അതായത് കംപ്രസ്ഡ് എയറിൻ്റെ അപ്ലിക്കേഷൻ. കംപ്രസ്ഡ് എയറിൻ്റെ അപ്ലിക്കേഷൻ മീൻസ് നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ചുറ്റുപാടും എയർ ഉണ്ട്. ഈ എയറിനെ പിടിച്ച് നമ്മളത് കംപ്രസ് ചെയ്യിക്കുകയാണ്. ഓക്കെ, എയറിനെ എന്ത് ചെയ്യാണ്? നമ്മൾ കംപ്രസ് ചെയ്യാണ്. ഇങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്രസ് ചെയ്ത എയർ മുഖാന്തരം എന്ത് അപ്ലിക്കേഷനാണ് നമുക്ക് ലഭിക്കുക? എന്തൊക്കെ അപ്ലിക്കേഷൻ മീൻസ് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കംപ്രസ്ഡ് എയറിനെ? സോ ആ അപ്ലിക്കേഷൻ. പിന്നെ ഈ എയറിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ എങ്ങനെ പെരുമാറുക നമുക്കറിയില്ല അല്ലേ. ആ പെരുമാറ്റം മീൻസ് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ തരത്തിലാണ് അത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്, നമുക്ക് ആ ഒരു മാറ്റം മുഖാന്തരം എങ്ങനെ നമ്മുടെ എൻജിനീയറിങ് വേൾഡിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ബിഹേവിയറും അപ്ലിക്കേഷനും. എന്തിൻ്റെ ബിഹേവിയറും? കംപ്രസ്ഡ് എയറിൻ്റെ. ഓക്കെ, കംപ്രസ്ഡ് എയറിൻ്റെ അപ്ലിക്കേഷൻ, അതേപോലെ ബിഹേവിയർ, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റഡിയെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂമാറ്റിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ന്യൂമാറ്റിക്സ് എന്നുള്ളത് ഒരു ടെക്നോളജിയാണ്. ആരുപയോഗിച്ചിട്ടാണ് ന്യൂമാറ്റിക്സ് എന്നുള്ള ടെക്നോളജി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിനെ ഉപയോഗിച്ചിട്ടാണ്. ഈ ന്യൂമാറ്റിക്സ് എന്നുള്ളത് ഫ്ലൂയിഡ് പവറിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാറ്? പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അല്ലേ. പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഉപയോഗമാണ്. നമുക്ക് എങ്ങനെ പവറിനെ ജനറേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്ലൂയിഡ് പവറിൽ നമ്മൾ സംസാരിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അല്ലേ? ആണ് അല്ലേ. കംപ്രസ്ഡ് എന്നുള്ള വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, എയറിനെ പിടിച്ച് ചുരുക്കുമ്പോൾ എയറിൻ്റെ പ്രഷർ കൂടും. പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് എന്നുള്ളതാണ് ഫ്ലൂയിഡ് പവറിൽ പറഞ്ഞത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം. ഇവിടെ കംപ്രസ്ഡ് എയർ എന്നുള്ളത് ഗ്യാസ് ആണ്. സോ ഇത് ഫ്ലൂയിഡ് പവറിൻ്റെ താഴെ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, 4ാമത്തെ മൊഡ്യൂളിൻ്റെ 2ാമത്തെ ഒരു പാർട്ടാണ്. സോ ഈ കംപ്രസ്ഡ് എയറിൻ്റെ ബിഹേവിയറും ആപ്ലിക്കേഷനും ആസ് എൻ എഞ്ചിനീയർ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് ഭാഗത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആക്ച്വലി എങ്ങനെയാണ് നമുക്കിത് ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ നമുക്ക് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് കംപ്രസർ. നിങ്ങൾ ഷോപ്പ് മീൻസ് നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൽ കാറ്റ് നിറക്കാൻ പോകാറുണ്ട്, എയർ നിറക്കാൻ പോകാറുണ്ട് അല്ലേ. എയർ നിറക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ഷോപ്പിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൻ്റെ മുകളിൽ ഒരു കംപ്രസർ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ചെയ്യുന്ന പരിപാടി എന്താ? ഈ കംപ്രസർ പുറത്തുനിന്ന് എയറിനെ വലിച്ച് എയറിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടാങ്കിലേക്ക്, താഴെ വെച്ചിട്ടുള്ള ടാങ്കിലേക്ക് ഈ കംപ്രസ്ഡ് എയറിനെ ഇങ്ങനെ വിടുകയാണ്. എന്നിട്ട് ആ ടാങ്കിൽ ഇതിനെ കുത്തി നിറക്കുകയാണ് എയറിനെ. ഓക്കെ, അങ്ങനെ ആ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിലേക്ക് കൂടുതൽ എയറിനെ ഇങ്ങനെ കുത്തി നിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ എയറിൻ്റെ പ്രഷർ കൂടും. ഓക്കെ, ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ കഴിയും, കംപ്രസ്ഡ് എയർ ഇസ് എ പ്ലെയിൻ എയർ ഹാസ് ബീൻ പ്രഷറൈസ്ഡ് ബൈ സ്ക്വീസിങ് എന്ന് പറഞ്ഞാൽ ചുരുക്കുക. കംപ്രസർ ഉപയോഗിച്ചിട്ട് സ്ക്വീസ് ചെയ്യും, ചുരുക്കും. ഇൻ ടു എ സ്മോളർ ദാൻ നോർമൽ വോളിയം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഈ സ്മോളർ ദാൻ നോർമൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളോട് യൂസ് ചെയ്യുന്നത്, നമ്മൾ അവിടെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ചെറിയൊരു ടാങ്ക്. ആ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എയറിനെ കുത്തി നിറക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക്
നമ്മൾ കുറേ ആൾക്കാരെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അല്ലേ? അതേപോലത്തെ ഒരു അസ്വസ്ഥത ആയിരിക്കും ഈ എയറിനും ഫീൽ ചെയ്യാം. നമുക്ക് ആ അസ്വസ്ഥതയൊക്കെ ഒന്ന് ടെക്നോളജിക്കലി സംസാരിക്കാം, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ എയറിനെ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എയർ പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യും, പരസ്പരം കൂട്ടിമുട്ടും. കേട്ടോ, ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. പരസ്പരം എന്ത് ചെയ്യും? ഈ എയറിൻ്റെ പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ, അങ്ങനെ പരസ്പരം കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി വർദ്ധിക്കും. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതൊന്നും എക്സാമിന് ചോദിക്കൂല, പക്ഷെ നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കംപ്രസർ യൂസ് ചെയ്ത് എയറിനെ കംപ്രസ് ചെയ്ത് ഒരു 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 സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കടത്തി വിടുകയാണ്. ആ ടാങ്കിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ കംപ്രസർ എയർ കിടന്ന് ഇങ്ങനെ ഞെങ്ങി ഞാൻ വരും. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ എയർ മോളിക്യൂൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിപ്പോൾ ഈ എയറിനെ കംപ്രസ് ചെയ്യുക മീൻസ് എന്താ? എയറിൻ്റെ എനർജി കൂടുകയാണ്. എനർജി കൂടുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജി കൂടും, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആവും. അതേപോലെ തന്നെ ഈ കംപ്രസ്ഡ് എയർ ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്കാണ് കടത്തി വിടുന്ന സമയത്ത് ഈ എയർ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ കൂട്ടിമുട്ടും. ഇനി കൊളൈഡ് ഈച്ച് അതർ എന്ന് പറയാം. മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ. അങ്ങനെ പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി, അല്ലേ? ഈ കൂട്ടിമുട്ടൽ എന്തുകൊണ്ടാണ്? ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ, മോഷനിലാണെങ്കിൽ അവിടുത്തെ എനർജി കൈനറ്റിക് എനർജിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനങ്ങളുടെ നട്ട് ഊരുന്നത് ഒരു മോട്ടോർ വെച്ചിട്ടായിരിക്കും. ആ മോട്ടറിലേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ടാവും. അവിടെ ആ പൈപ്പിലൂടെ സഞ്ചരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആയിരിക്കും. കംപ്രസ്ഡ് എയർ മീൻസ് പ്രഷർ ആയിട്ടുള്ള എയർ ആയിരിക്കും. ഈ പ്രഷർ ആയിട്ടുള്ള എയർ ആ നട്ട് ലൂസ് ചെയ്യുന്ന ആ എയർ മോട്ടോറിലേക്ക്, അതൊരു എയർ മോട്ടോറാണ്, ആ മോട്ടോറിലേക്ക് ഈ കംപ്രസ്ഡ് എയർ കൊടുത്തു കഴിഞ്ഞാൽ, കംപ്രസ്ഡ് എയർ എന്തിൻ്റെ ഭാഗമാണ്? ന്യൂമാറ്റിക്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെ കംപ്രസ്ഡ് എയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ നട്ട് ലൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? ആ റൊട്ടേറ്റിംഗ് ഡിവൈസ് നട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നട്ടും ലൂസ് ആവും. നമ്മളിന്ന് കാണുന്നതാണ്. അപ്പോൾ അവിടെ ആ ഒരു ഡിവൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക മീൻസ് അവിടെ മെക്കാനിക്കൽ എനർജിയാണ്. സോ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇപ്പോൾ നിങ്ങൾ ബസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് റോഡിനെ പുറത്തേക്ക് വരും, ഉള്ളിലേക്ക് പോകും, അല്ലേ? അത് അങ്ങനെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ മെക്കാനിക്കൽ എനർജിയുടെ ഭാഗമാണ്. ആ മൂവ്മെൻറ്റ് സാധ്യമാവുന്നത് കംപ്രസർ എയർ യൂസ് ചെയ്തിട്ടാണ്. ഡ്രൈവറുടെ ഭാഗത്ത് അതിൻ്റെ വാൾവ്സ് ഉണ്ടാവും, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വാൾവുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി ഇൻ കംപ്രസ്ഡ് എയർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യലാണ് ന്യൂമാറ്റിക്സിൽ ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി കൺവേർഷൻ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ, പൈപ്പിലൂടെയും അതേപോലെ ഹോസസിലൂടെയും ഈ കംപ്രസ്ഡ് എയർ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ദൂരത്തേക്കൊക്കെ എന്ത് ചെയ്യാം? ഈ കംപ്രസ്ഡ് എയറിനെ ഹോസിലൂടെ അല്ലെങ്കിൽ പൈപ്പിലൂടെ എനർജി ലോസ് ഇല്ലാതെ പറഞ്ഞേക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിലും ഒരുപാട് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി തന്നെയാണ് ന്യൂമാറ്റിക്സ് എന്നുള്ള ഭാഗം. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു നിർബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നോക്ക്, മോഡേൺ കംപ്രസർ. നമുക്കറിയാം, ന്യൂമാറ്റിക്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പണൻ്റ് ആണ് കംപ്രസർ. കംപ്രസർ യൂസ് ചെയ്തിട്ടാണ് എയറിനെ ചുരുക്കുന്നത്, അല്ലേ? കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ കംപ്രസേഴ്സൊക്കെ ആക്ച്വലി ഒരു 100 മെഗാ പാസ്കൽ പ്രഷർ വരെയൊക്കെ മോഡേൺ കംപ്രസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഈ ഒരു മോഡേൺ ന്യൂമാറ്റിക്
ന്യൂമാറ്റിക് ടൂൾസ്, മോഡേൺ ന്യൂമാറ്റിക് ടൂൾസിനെ സംബന്ധിച്ച് പറയാം, നെയിൽ ഗൺസ്, ഗ്രൈൻഡേഴ്സ്, റോട്ടറി ഡ്രിൽസ്, ജാക്ക് ഹാമേഴ്സ്, ഇതൊക്കെ ആക്ച്വലി ന്യൂമാറ്റിക്സ് എന്നുള്ള ആ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന ടൂൾസുകളാണ്. ഇത് നമുക്ക് ന്യൂമാറ്റിക് ടൂൾസ് എന്ന് പറയാം. അതായത് ഈ ടൂൾസിലേക്കൊക്കെ കംപ്രസ്ഡ് എയർ കടത്തി വിടുമ്പോൾ ആ ടൂൾസ് എന്ത് മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ആ മൂവ്മെൻ്റ് അവിടെ സംഭവിക്കും. അതേപോലെ തന്നെ കൺവേയേഴ്സ് ഉണ്ട്, പിന്നെ പവർ കോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിവൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൺവെയർ പറഞ്ഞാൽ എന്താ, അതിൽ സാധനങ്ങൾ വെച്ച് മൂവ് ചെയ്യിക്കുന്ന സാധനമാണ് അല്ലേ. അതിലെന്ത് ചെയ്യാം, നമുക്ക് പല സാധനങ്ങളും പ്ലേസ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും. സോ ആ കൺവെയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്രസ്ഡ് എയർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ന്യൂമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രിൽസ്, നെറ്റ് റണ്ണേഴ്സ്, റിവേറ്റിംഗ് ഹാമേഴ്സ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമൊബൈൽസിൻ്റെ ബ്രേക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. എയർ ബ്രേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വാഹനങ്ങളിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ആക്ച്വലി എന്താണ്, എയർ ബ്രേക്കാണ്. സോ എയർ ബ്രേക്ക് നമ്മൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കംപ്രസ്ഡ് എയറിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്, ന്യൂമാറ്റിക്സിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ന്യൂമാറ്റിക് ട്രെയിനുകൾ, പിന്നെ റെയിൽവേ കോച്ചസിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കോച്ചുകൾ കണ്ടിട്ടുണ്ടാവും, ട്രെയിനിൻ്റെ കോച്ചുകൾ, ഓരോ കോച്ചുകളും. ഈ കോച്ചുകൾക്കിടയിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ കോച്ചും കണക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ താഴേക്കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ടാവും. ഈ പൈപ്പിലൂടെ ഒക്കെ പാസ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ ആണ്. ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി റെയിൽവേയുടെ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഒക്കെ ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ട്രെയിനുകൾക്കൊക്കെ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഈ ഡിസ്ക് ബ്രേക്സ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആരുപയോഗിച്ചിട്ടാണ്, കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ടാണ്. അതായത് ന്യൂമാറ്റിക്സ് എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. പിന്നെ പ്രിൻറ്റിങ് പ്രസ്സിൽ, അങ്ങനെ എന്തെന്നില്ല, എല്ലാ ഭാഗത്തും ആക്ച്വലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് ടൂൾസും ഒരുപാട് എക്യുപ്മെൻസും ഒരുപാട് മെഷീൻസൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൈഫിൻ്റെ ഓരോ ദിവസവും ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി കംപ്രസ്ഡ് എയർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആകെ ചുരുക്കം. അപ്പോൾ നമ്മളിത് എന്തിനാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽസിൽ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് എയർ ബ്രേക്ക്. അപ്പോൾ ആ എയർ ബ്രേക്ക് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് സംസാരിക്കാം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എയർ ഈസ് അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് സപ്ലൈ. എയർ നമുക്ക് ഒരുപാട് ലഭിക്കും, അൺലിമിറ്റഡ് സപ്ലൈ ആണ്. കാരണം എന്താ, നമ്മുടെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ എയർ ഇഷ്ടം പോലെ യഥേഷ്ടം കിടക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ എയറിനെ അങ്ങോട്ട് വലിച്ചെടുത്ത് കംപ്രസറിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ കംപ്രസർ അത് കംപ്രസ് ചെയ്യും, അതൊരു ടാങ്കിലേക്ക്, റിസർവോയറിലേക്ക് കടത്തി വിടും. ആ കംപ്രസ്ഡ് എയർ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയതിന് ശേഷം തിരിച്ചെങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാം, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പറഞ്ഞേക്കാം. വീണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ ന്യൂമാറ്റിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എയർ ആണ്. ആ എയർ കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ന്യൂമാറ്റിക്സിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്, എയർ ഈസ് അവൈലബിൾ ഈസ് ആൻ അൺലിമിറ്റഡ് സപ്ലൈ. രണ്ടാമത് കംപ്രസിബിലിറ്റി ഓഫ് എയറിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, കംപ്രസ് ചെയ്യാൻ കഴിയും. സോ കംപ്രസിബിലിറ്റി ഓഫ് എയർ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഈ കംപ്രസ്ഡ് എയർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ പൈപ്പിലൂടെയും ഹോസസിലൂടെയും അത് പ്രവഹിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ. കംപ്രസ്ഡ് എയർ നമ്മളിപ്പോൾ ഈ ഒരു കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തെന്ന് വെച്ചോ, കംപ്രസ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്ത് അത് സ്റ്റോർ ചെയ്യാം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത്, കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റോർ ചെയ്യാനും അത് മൂവ് ചെയ്യാനും കഴിയും. എന്തിലൂടെ, പൈപ്പിലൂടെയും ഹോസസിലൂടെയും. ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടോ ഹോസ് ഉപയോഗിച്ചിട്ടോ യഥേഷ്ടം ഏത് ഡയറക്ഷനിലായിക്കോട്ടെ നമുക്കതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും.
അതുമാത്രമല്ല കംപ്രസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഫയർ ഫയർ പ്രൂഫ് ഫയർ പ്രൂഫ് ആൻഡ് എക്സ്പ്ലോഷൻ പ്രൂഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീഡിയം. എയർ കത്തിപ്പിടിക്കുന്ന ഒരു വസ്തുവല്ല. അതേപോലെ തന്നെ അത് ഈ കത്തലിൻ്റെ ഭാഗമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു വസ്തുവല്ല. നിങ്ങൾ ചോദിക്കും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എയർ നിറച്ചു കഴിഞ്ഞാൽ, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ആ എക്സ്പ്ലോഷൻ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ആ എക്സ്പ്ലോഷൻ ആക്ച്വലി അത് നമ്മുടെ മെയിൻ്റനൻസ് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഇതാണ്. ഓക്കെ, നമുക്കിവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഈ മീഡിയത്തെ, അതായത് എയർ എന്ന മീഡിയം കത്തിപ്പിടിക്കോ, ആ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കോ എന്നുള്ള ആ ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, ഇതൊരു ഫയർ പ്രൂഫ് മെറ്റീരിയലാണ് ആക്ച്വലി എയർ, അല്ലേ? അതേപോലെ തന്നെ എക്സ്പ്ലോഷൻ പ്രൂഫാണ്. പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ എയറിനില്ല. ദെൻ അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ഭാഗം, സിമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂമാറ്റിക് എലമെൻറ്റ്സ് ആൻഡ് ഈസി ഹാൻഡ്ലിങ്. ഇത് നിർമ്മിക്കാൻ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അതൊക്കെ നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളത് ഓരോ കമ്പോണൻറ്റും നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു പ്രഷറിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഭയങ്കര സ്പീഡായിരിക്കും. ദെൻ ഫോഴ്സും കൂടുതലായിരിക്കും ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്. പക്ഷേ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഫോഴ്സ് കൂടുതലാന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിനേക്കാൾ കൂടുതലല്ല, അതിൻ്റെ താഴെയാണ്. പക്ഷെ എന്നിരുന്നാലും കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫോഴ്സ് നമുക്ക് ആക്ച്വലി ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നിന്നും അവൈലബിൾ ആണ്. ദെൻ ഈ ഡിവൈസസ് ഒന്നും എന്താവില്ല, ഓവർ ഹീറ്റ് ആവില്ല, സ്പാർക്ക് ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂമാറ്റിക്സ് എന്നുള്ള ഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഫ്രീ ഫാക്ടർ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്, ഈസിയർ മെയിൻ്റനൻസ്. അതേപോലെ തന്നെ മറ്റു സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ് ദാൻ അതർ സിസ്റ്റം. മറ്റു സംവിധാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് അതിൻ്റെ ചിലവുകൾ വളരെ കുറവാണ്. അതിൽ പ്രവർത്തിപ്പിക്കുന്നതിലും ഒക്കെയുള്ള കോസ്റ്റുകൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒന്ന് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറാണ് യൂസ് ചെയ്യുന്നത്. എയർ നമുക്കറിയാം, എയറിൻ്റെ ഉപയോഗം മൂലം അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പൊല്യൂഷനും ഉണ്ടാവുന്നില്ല. കാരണം എയർ ഈസ് എ നോൺ പൊല്യൂട്ടിങ് എലമെൻറ്റ്, അല്ലേ? നോൺ പൊല്യൂട്ടിങ് ആണ്. അതേപോലെ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമ്മൾ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അത് തീർന്നു പോകുന്നില്ല. നമ്മളെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ വലിച്ചെടുക്കും, കംപ്രസ് ചെയ്തിട്ട് ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ടൂളാണോ പ്രവർത്തിപ്പിക്കേണ്ടത് ആ ടൂളിലേക്ക് കംപ്രസ്ഡ് എയർ കടത്തിവിടും. ആ ടൂള് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ആ കംപ്രസ്ഡ് എയർ തിരിച്ചെങ്ങോട്ട് തന്നെ വരികയാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ വരികയാണ്. വീണ്ടും നമുക്കത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ പെട്രോൾ കത്തി തീർന്നു പോകുന്നുണ്ട് അല്ലേ, പെട്രോൾ എന്നുള്ള ആ ഒരു റിസോഴ്സ്. പക്ഷെ ഇവിടെ എയർ എന്നുള്ള ഈ ഒരു എലമെൻറ്റ് ഒരു കാരണവശാലും തീർന്നു പോകുന്നില്ല. കാരണം എന്താ, നമ്മളത് ഉപയോഗിച്ച് തിരിച്ചെങ്ങോട്ട് തന്നെ വിടുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എയർ ഈസ് എ നോൺ പൊല്യൂട്ടിങ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ ഹയർ ഓപ്പറേറ്റിംഗ് സ്പീഡ് ക്യാൻ ബി ജനറേറ്റഡ്. അതായത് നമുക്ക് ഏത് ഒരു ആക്ച്വേറ്ററാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, ആക്ച്വേറ്ററിലേക്ക് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു കംപ്രസ്ഡ് എയറിനെ മൂവ് ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതേപോലെ ന്യൂമാറ്റിക് ഡിവൈസസ് ആർ കോമ്പാക്ട്, ലൈറ്റ് വെയ്റ്റ്, സിമ്പിൾ കൺസ്ട്രക്ട്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള നിർമ്മാണ രീതിയാണ്, വെയിറ്റ് കുറവാണ്, വളരെ ചുരുങ്ങിയ സാധനമാണ്. അതായത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസസ് ആണ് ന്യൂമാറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ മുകളിൽ ഒരുപാട് അല്ലേ, ഒരു 12 അഡ്വാൻറ്റേജ് നമ്മൾ സംസാരിച്ചു. ഈ 12 അഡ്വാൻറ്റേജ് കാണുമ്പോൾ ചിന്തിക്കണ്ട ഇതിന് ഡിസ്അഡ്വാൻറ്റേജ് ഇല്ല എന്ന് ചിന്തിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഒന്നാമത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ദ എനർജി റിക്വയർഡ് ടു കംപ്രസ് എയർ ഈസ് എക്സ്പെൻസീവ്. അതായത് എയറിനെ കംപ്രസ് ചെയ്യുക നമ്മൾ പറയുന്നുണ്ട്. എയറിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളത്, ആ കംപ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. മറ്റ് ഊർജ്ജ അല്ലെങ്കിൽ എനർജി സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ന്യൂമാറ്റിക്സിൽ
എയറിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ എനർജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് ചിലവേറിയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എയറിനെയാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. എയറിൽ എന്തുണ്ട്? മോയ്സ്ചർ ഉണ്ടാവും. ഈ മോയ്സ്ചർ ഒരു കാരണവശാലും ന്യൂമാറ്റിക് സിസ്റ്റത്തിലൂടെ പോകാൻ പാടില്ല. അത് നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഒരുപാട് കമ്പണൻസിന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇതിൻ്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തരേണ്ടത്. സോ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഈ ന്യൂമാറ്റിക് സിസ്റ്റം എന്നുള്ള ഈ ഒരു ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എയറിൽ ഒരു കാരണവശാലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകാൻ പാടില്ല. സോ മോയ്സ്ചറിനെ ഒഴിച്ചു നിർത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഈ മോയ്സ്ചറിനെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത്. എന്നാൽ ഹൈഡ്രോളിക്സിൽ ആ ഒരു ഇഷ്യൂസ് ഇല്ല. ന്യൂമാറ്റിക് ഡിവൈസസ് കോസ് നോയ്സ്, അതായത് ന്യൂമാറ്റിക് സിസ്റ്റം ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആ നോയ്സ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ന്യൂമാറ്റിക് ഡിവൈസസ് ആർ ലിമിറ്റഡ് ഇൻ ഫോഴ്സ് ദേ ക്യാൻ പ്രൊഡ്യൂസ്, അതായത് ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫോഴ്സിൻ്റെ ഒരളവ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് എർത്ത് മൂവേഴ്സിൽ ഹിറ്റാച്ചി JCB പോലത്തെ വാഹനങ്ങളിലൊക്കെ നമ്മൾ ഹൈഡ്രോളിക്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു മെഷീൻസൊക്കെ ഡീൽ ചെയ്യുന്നത് ഹയർ ഫോഴ്സസ് ആണ്. അത്രയും ഹയർ ഫോഴ്സസ് അല്ലെങ്കിൽ ഹയർ ലോഡാണ് അത് ഡീൽ ചെയ്യുന്നത്. സോ അത്രയും വലിയ വലിയ ലോഡുകളൊന്നും ഡീൽ ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കൂല? ന്യൂമാറ്റിക്സ് കൊണ്ട് സാധിക്കൂല. അവിടെ ഹൈഡ്രോളിക്സ് തന്നെ വേണം. ഓക്കെ, ഇവിടെ ഉദ്ദേശിച്ചത് ന്യൂമാറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ആ ന്യൂമാറ്റിക് ഡിവൈസസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ലിമിറ്റ് വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന് ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എയർ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ച കാര്യം ഒരു ഡയഗ്രത്തിലൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. എയറിനെ വലിച്ചെടുക്കണം അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നേരെ കംപ്രസറിലേക്ക് വലിച്ചെടുക്കുന്നതിന് മുമ്പ് ഇടയിൽ ആരുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. കാരണം ഈ കംപ്രസർ എയറിൽ ഒരുപാട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ് എയർ. സോ ഈ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഒരു സിസ്റ്റത്തിലെ കമ്പോണൻസിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കംപ്രസറിലേക്ക് വരുന്ന എയറിൻ്റെ പൊടിപടലങ്ങൾ പോലത്തെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫിൽറ്റർ യൂസ് ചെയ്യണം. ആ ഫിൽറ്ററിലൂടെ കംപ്രസറിലേക്ക് കടന്നു വരും. ഓക്കെ, ഈ കംപ്രസറിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ എയർ കൂളർ എന്നുള്ളൊരു ഭാഗമുണ്ട്. എയറിനെ കൂൾ ചെയ്യാനുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു ഉപയോഗമൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഈ ഒരു ഡയഗ്രം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഈ കംപ്രസറിൽ ആക്ച്വലി ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഈ കംപ്രസർ പ്രവർത്തിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ട്? ഒരു 3 phase കണക്ഷനൊക്കെ വേണം. ഓക്കെ, ദെൻ നേരെ എവിടെയൊക്കെയാണ് പോകുന്നത്? സ്റ്റോറേജ് റിസർവോയറിലേക്കാണ് പോകുന്നത്. സ്റ്റോറേജ് റിസർവോയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കംപ്രസറിൽ നിന്നും കംപ്രസ് ചെയ്യുന്ന വരുന്ന എയർ നമ്മളൊരു സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യണം. അതിന് നമുക്ക് സ്റ്റോറേജ് റിസർവോയർ എന്ന് പറയാം. ഇതിൽ യഥേഷ്ടം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു ഹാൻഡിൽ കാണാം അല്ലേ? ഒരു ലിവർ കാണാം. ഈ ലിവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ആക്ച്വേറ്ററാണ്, ഇതൊരു സിലിണ്ടറാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രോളിക്സിൽ യൂസ് ചെയ്യുന്ന അതേ സിലിണ്ടേഴ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സിലിണ്ടറിൻ്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ സിലിണ്ടർ, ഈ ആക്ച്വേറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നത് ഏത് പോർട്ടിലൂടെയാണോ കംപ്രസർ എയർ പാസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഈ ആക്ച്വേറ്ററിലേക്ക് കംപ്രസർ എയർ കടത്തി വിടുന്നത് ഈ ഒരു ലിവറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ അത് ഈ ആക്ച്വേറ്ററിലൂടെ കംപ്രസർ എയർ കടന്നു പോയി കഴിഞ്ഞാൽ തിരിച്ചത് നമ്മൾ എങ്ങോട്ട് തന്നെ പാസ് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പാസ് ചെയ്യും അല്ലേ? തിരിച്ച് നമുക്ക് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പാസ് ചെയ്യണം. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും, എക്സോസ്റ്റ് എന്ന് കാണാം. ഓക്കെ, എക്സോസ്റ്റ് എന്ന് കാണാം. അതായത് നമ്മൾ ഉപയോഗിച്ച കംപ്രസർ എയർ നേരെ അറ്റ്മോസ്ഫിയറിലൊക്കെ തന്നെ കടത്തി വിടുകയാണ്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് പോകുന്നത് കാണുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ റിസർവോയർ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ കംപ്രസർ എയർ വന്നു കഴിഞ്ഞാൽ ആ റിസർവോയർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് അവിടെ ഒരു പ്രഷർ റിലീഫ് വാൾവൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ആ ഒരു പ്രഷർ എത്തി കഴിഞ്ഞാൽ ഈ കംപ്രസർ ഓഫ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ലൈൻ നോക്ക്, ഈ ലൈൻ പോകുന്നത് ഇവിടെ ഒരു PSI ക്കാണ് അല്ലേ, പ്രഷർ സ്വിച്ച് ആണ് ആക്ച്വലി അത്. ഇവിടെ പ്രഷർ ഈ ഒരു റിസർവോയർ താങ്ങാവുന്നതിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും, ഈ മോട്ടറിലേക്ക് വരുന്ന കണക്ഷനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വർക്ക് ചെയ്യൂല. മോട്ടോർ വർക്ക് ചെയ്യില്ലെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യൂല. കംപ്രസർ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റിസർവോയറിലേക്ക് എന്തെത്തൂല, കംപ്രസർ എയർ എത്തൂല. അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി ബേസിക് ആയിട്ട് നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനം വിവരിക്കുന്ന ഒരു ഡയഗ്രാം. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിനേക്കാൾ നോക്കിക്കോ, ദ ബേസിക് ആക്ച്വേറ്റർ ഈസ് എ സിലിണ്ടർ. നേരത്തെ പറഞ്ഞു സിലിണ്ടർ ആണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ, അതേ സിലിണ്ടർ തന്നെയാണ് എവിടെ യൂസ് ചെയ്യുന്നത്, ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രഷർ ഇൻ ന്യൂമാറ്റിക് സിസ്റ്റം ആർ ജനറലി മച്ച് ലോവർ ദാൻ ദോസ് ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം. ഹൈഡ്രോളിക് സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ലാർജർ ആക്ച്വേറ്റേഴ്സ് ആയിരിക്കും ഹൈഡ്രോളിക് സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ലാർജർ ആക്ച്വേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെ നിങ്ങളൊരു കോൺസെപ്റ്റ്, ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം തന്നെയായിരുന്നു, പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക, എന്തിനാണ് നമ്മൾ ആ ന്യൂമാറ്റിക് സിസ്റ്റം പഠിക്കുന്നത് മനസ്സിലാക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചു തന്നിരുന്നു. ഈ ഡയഗ്രത്തിലൂടെ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ പിക്ചർ മുഖേന നമ്മൾ മനസ്സിലത് കയറ്റി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.